അങ്ങനെ ഇവര് കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ വെച്ചിട്ട്. ഹേ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കാണാനിടയായി. എന്താണ്, രേണുസുതിയുടെ കോണ്ടന്റ് മാത്രമേ നിനക്ക് ചെയ്യാനുള്ളൂ, വേറൊരു കോണ്ടന്റും ഈ ലോകത്ത് നടക്കുന്നില്ല എന്നൊരു സാധനം. ഞാൻ കുറച്ച് മുമ്പ് രേണുസുതിയുടെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്ലി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈവൻ നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ റീച്ച് വഴി രേണുസുതി എന്താ ഗെയിൻ ചെയ്യുന്നത്? ഈ റീച്ച് വഴി രേണുസുതിക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നു, വർക്ക്സ് കിട്ടുന്നു, പ്രൊമോഷൻസ് കിട്ടുന്നു, അതുവഴി രേണുസുതിക്ക് ക്യാഷും കിട്ടുന്നു. എൻ്റെ പെർട്ടിക്കുലർ ചാനലിൽ രേണുസുതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം. ബാക്കിയുള്ള ഏത് സമകാലിക വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ഘോര പ്രസംഗിച്ചാലും അതിലും വ്യൂ ഉള്ളത് രേണുസുതിയുടെ ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പോൾ രേണുസുതി എന്ന് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത് നിർത്തുന്നോ അന്ന് ഞാനും രേണുസുതിയുടെ കോണ്ടന്റ് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി ആളെ കുറ്റം പറയാത്ത രീതിയിൽ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണാൻ പോകുന്ന ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുതിയുടെ കോണ്ടന്റ് തന്നെയായിരിക്കും. സോ ഇത് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ പറയാണ്. വീഡിയോ കാണാൻ ഇഷ്ടമുള്ള വ്യക്തികൾ മാത്രം കംപ്ലീറ്റ് കാണുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോണ്ടന്റ് താല്പര്യമില്ല എന്നാണെങ്കിൽ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിലോട്ട് പോയിക്കോളൂ എന്ന് ബഹുമാനത്തോടു കൂടി പറയുകയാണ്. ഓക്കെ, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ പൊതുവേ രേണുസുതിയുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കുന്ന കുറച്ച് മറുപടികൾ, ഇതിൽ നിന്നൊക്കെയാണ് എൻ്റെ എല്ലാ കോണ്ടന്റുകളും ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുക. എന്നാൽ ഇപ്രാവശ്യം ഫൈനലി രേണുസുതിക്ക് അഗെയിൻസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ കേസ് കൊടുത്തിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു മെയിൻ ചർച്ചാ വിഷയം. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ രേണു ചേച്ചിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഈ അടുത്ത് വന്ന കുറച്ച് നൃത്യാലയങ്ങളിലോട്ടാണ്. അതൊന്ന് കണ്ടൊന്ന് ശുഭമായി തുടങ്ങാം. കാരണം രേണു ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കാണാൻ ആഗ്രഹിക്കുക രേണുവിനെയാണ്. അപ്പോൾ രേണുവിൻ്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സുകളും വീഡിയോസും കാണിച്ചു കഴിയുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ അങ്ങ് തുടങ്ങും. തന്നെ നമ്മൾ കാണാൻ പോകുന്നത്, റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു വീണ എടുത്തിട്ട് വായിക്കുക, പിന്നെ നമ്മളൊരു ഹാർട്ട് കാണിക്കുക, അതായത് വീണ്ടും നമ്മൾ വീണ വായിക്കുക, വീണ്ടും ഒരു ഹാർട്ട് കാണിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കൂല. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ബാക്കോട്ട് പോവുക, പിന്നെ ഒന്ന് തിരിഞ്ഞ് കറങ്ങുക, അതിനുശേഷം നമ്മൾ ഓടി പരിപാടി തീർത്തിട്ട് പോവുക. ഇതാണ് ആദ്യത്തെ ഒരു പെർഫോമൻസ്. ഇതെന്ത് ഓക്കെ, എനിക്ക് ഡാൻസ് അറിയില്ല. അടുത്തത് കണ്ണ് പൊത്തി കളിക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടോട്ട് 2 സ്റ്റെപ്പ് ഇടുക, പിന്നെ നമ്മളെ ഫുൾ ബോഡി കാണിക്കുക. ഇത് ഇച്ചിരി വെറൈറ്റി ഉണ്ട് കേട്ടോ, കാരണം കുറച്ചും കൂടെ സ്റ്റെപ്സും ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും രേണുയുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇസ് എ ഗ്രേറ്റ് തിങ്. കാരണം ഈ ഏജിലും ഇത്ര ഒരു മെലിഞ്ഞൊരു ബോഡി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ ചില ആൾക്കാർക്ക് പൊതുവേ തടിക്കാത്ത ശരീരമാണ്. ഇനി അതാണോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ എല്ലാത്തിനും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഇതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കൊള്ള ചേച്ചി. അപ്പോൾ ആ ഒരു ഡാൻസും നിങ്ങൾക്ക് വേണേൽ പരീക്ഷിക്കാം. ഏകദേശം ഒരു മൂവ്മെൻറ്റ് ബേസ്ഡ് സാധനങ്ങളാണ്. കൈ കാല് ഉടൽ ഫുള്ളൊന്ന് ഇളക്കിയിട്ട് ഒരു വ്യായാമത്തിൻ്റെ സാധനമാണ്. ഇനി മൂന്നാമത്തെ ഡാൻസ് കാണാം. അതാണ് ഏറ്റവും വെറൈറ്റി. ഇത് റീൽസാണ്, സോറി ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ ഹോട്ടലിൻ്റെ മെനു ലിസ്റ്റ് വെച്ച് റീൽസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതിങ്ങനെ വെച്ച് ഇങ്ങനെ അത് രേണു ചേച്ചിക്ക് മാത്രമേ പറ്റൂ. എന്തത് അടുത്തൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അത് വികാര നിർഭരമായ സാധനങ്ങളാണ്. ഇമോഷൻസുകൾ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആടി ഒലിഞ്ഞു പോകുന്ന കുറേ പെട്ടെന്ന് കണ്ടിടമൊന്നുമല്ല. എന്തായാലും ഇതൊക്കെയാണ് രേണു ചേച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. 3-ആം തീയതി 4-ആം തീയതി എങ്ങനെ തിരിച്ചെത്തു. അതുവരെ എന്തായാലും വെറൈറ്റി റീൽസ് കാണാം. ഡാൻസിന് ഡാൻസ്, അതിനുശേഷം ബോഡി മൂവ്മെൻറ്റ്സിന് ബോഡി മൂവ്മെൻറ്റ്സ്,
അഭിനയത്തിന് അഭിനയം, ആരും ഒരു വഴിയും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടിയുള്ള അഭിനയം, അത് കഴിഞ്ഞതിന് ശേഷം വികാരനിർഭരമായ സാധനം. എന്തായാലും ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്വൈറ്റ് എൻ്റർടൈനിങ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഫ്ലുവൻസർ, ആളുടെ പേര് ദേവ് ഡിക്കോഡ് എന്നാണ്. ആള് രേണു സുധിക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു 3 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം അതെന്താണെന്നുള്ളത് നോക്കാം. ഞാനേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അത് ഇപ്പം വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പം സമയം 4 മണിയായി, 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു ദേവ് ഡിക്കോഡ്. ബിക്കോസ് ഇത്രയും സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തികൾ രേണു സുധി റിലേറ്റ് ചെയ്തിട്ട് പല കോണ്ടന്റുകളും ചെയ്തെങ്കിലും ഒരാൾ പോലും, എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും രേണു സുധിക്ക് എഗെയിൻസ്റ്റ് ഒരു ലീഗൽ കേസ് കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ആദ്യമായിട്ടാണ് ഒരു ഇൻഫ്ലുവൻസർ അതിന് തുറന്നു വന്നിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. മേ ബി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, എഗെയിൻസ്റ്റ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ കൂടെ പലരും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന്. ആ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതൊരു സക്സസ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഹി ടുക്ക് എ സ്റ്റാൻഡ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ആ സ്റ്റാൻഡിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ ആളുടെ വ്യക്തിഗതമായ താല്പര്യമാണ്. ഇപ്പോൾ രേണു സുധി പല ഇൻഫ്ലുവൻസേഴ്സിന് അഗെയിൻസ്റ്റും കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് രേണുവിടെ ഇഷ്ടമാണ്, രേണുവിടെ റൈറ്റാണ്. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അവരുടേതായ റൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ലെറ്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണു സുധിയുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഇവർ കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, ഈ ഒരു കമൻറ്റ് മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും വന്നിട്ടുള്ളൊരു സാധനമായിരിക്കും. എനിക്കങ്ങനെ കേസ് കൊടുക്കണം എന്ന സാധനമൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ ഇതൊക്കെ എന്നാണ് നിർത്തുക, ഇതിനൊരു അന്ത്യല്ലേലോ, കണ്ട് മടുത്ത് എവിടെ തുറന്നാലും രേണു സുധി. അത് മെയിൻ റീസൺ ഈ ഓൺലൈൻ മീഡിയക്കാരങ്ങ് വെറുപ്പിച്ച് കൊന്നയിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വേറൊരു സൈഡ്. അപ്പുറത്തൊരു സൈഡ് ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട് കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാറ് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. ദേവ് ഡിക്കോഡ് കൊടുത്ത കേസിലെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയുടെ കള്ള് ഷാപ്പിലെ അഭിനയമായിരുന്നു. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം, സോഷ്യൽ മീഡിയയിൽ രേണു കള്ള് ഷാപ്പിൽ വെച്ചിട്ടുള്ള ഒരു അഭിനയം നല്ല വൈറലായിരുന്നു. എനിക്ക് എൻ്റെ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്ന ടൈമിൽ ആ കോണ്ടന്റ് വന്നുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാനോ സംസാരിക്കാനോ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പം ആള് കേസ് കൊടുത്തതിൻ്റെ ഒരു മെയിൻ എയിം ഇത് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് വളരെ ബാഡ് മെസ്സേജ് ആണ് എന്ന നിലയിലാണ്. വിത്ത് റെസ്പെക്റ്റിംഗ് ദേവ് ഡിക്കോഡ് പറഞ്ഞ കാര്യത്തിൽ ശരിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഈവൻ കള്ളിൻ്റെ ആണെങ്കിലും ഡ്രഗ്സിൻ്റെ ആണെങ്കിലും ഇനി ഈ സെക്ഷൽ പരമായിട്ടുള്ളതാണെങ്കിലും പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വൃത്തിയിൽ അറിയാൻ പറ്റും. പക്ഷെ സിനിമയിലാണെങ്കിലൊക്കെ ഇത് കാണിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എൻ്റെ താഴെ എഴുതും ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കും. പക്ഷേ രേണു സുധിയുടെ ഷോർട്ട് ഫിലിമിൽ അത് കൊടുത്തോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, ഞാൻ ആ സാധനമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്പിൽ കാണുന്നത് ഫുള്ള് എന്തോ അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വൈബാണ്, ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന പോലെ തോന്നി. അതിനൊരു റീസൺ ആളുടെ ഈ തുള്ളിക്കളിയാണ്. ആൾ ഈ എല്ലാ സ്ഥലത്തും കടന്നിട്ട് ഈ തുള്ളിക്കളി കളിക്കുക. അഭിനയം ഓക്കെ, അഭിനയിക്കുക വരിക എന്നല്ല. ഇനി അഭിനയിക്കുന്ന സ്ഥലത്താണെങ്കിലും ഓവറാക്കി കളിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വൃത്തികേട് അവിടെ വന്നത്. ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാനും അത് വർത്താനാവാനും കമൻ്റ് ആവാനും ഈ കേസിലോട്ട് എത്താനും ഉള്ള എൻ്റെ ഒരു മെയിൻ റീസൺ വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ
നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അടുത്ത രേണുസുതി ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്ത് വെറുപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡബിൾ മീനിങ്. എന്ത് ചോദിച്ചാലും കൊനഷ്ടല്ലാണ്ട് വേറൊരു സാധനം വായിൽ വരില്ല. ഡബിൾ മീനിങ് എന്ന് പറയുന്നതാണ് രേണുസുതിൻ്റെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത്. ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ് രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര സ്പേസ് കൊടുക്കുന്നത്. എന്ന് ഈ ഡബിൾ മീനിങ് നിർത്തുന്നോ അതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനം. ചോദിക്കുന്ന ചോദ്യത്തിന് മാന്യമായ മറുപടിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും രേണുസുതിക്ക് അഗേൻസ്റ്റ് സംസാരിക്കാൻ പോകില്ല. ഡബിൾ മീനിങ് വെച്ച് കൊനസ്റ്റ് പറഞ്ഞ് ട്രിഗർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പലരും ഈ സാധനങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കുകയാണെങ്കിൽ ഒരുപാട് നന്ദി. നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സിന് ചേച്ചി ഇതൊന്ന് നിർത്ത്, ചേച്ചി ഇതൊന്ന് നിർത്ത്, ചേച്ചി ഇതൊന്ന് നിർത്ത് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ പോയി, ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷാപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പൊ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിന്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 20,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു. അത് 20,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ചു കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പൊ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലൈന്റ് റിസീവ്ഡ്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്. അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിങ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോകളാണെന്നുള്ള ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പോൾ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണുവിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൂടി വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫർദർ എന്താണെന്നുള്ള ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ദേവ് ഡീകോഡ് ഈ കേസിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സൈബർ സെല്ലിന്റെ സൈഡിൽ നിന്നാണോ എക്സൈസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ആൾക്ക് കിട്ടിയത് എന്നുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോഴും കൊടുത്തിട്ട് ഒന്നും ആവാണ്ട് നിൽക്കുന്ന ഒരുപാട് കേസുകളിലുള്ള ഒരു സമയത്ത് നമ്മൾ കേസ് കൊടുത്ത സമയത്ത് വളരെ കറക്റ്റായിട്ട് അതേ സ്പിരിറ്റിൽ ആ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് എന്ന് പറയണം. ഇനി രേണുസുധീൻ്റെ ആയതുകൊണ്ടാണോ ഇത്ര ഫാസ്റ്റായിട്ട് എടുത്തേ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഒരു സാധാരണ ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇതിനപ്പുറം കാണുന്നു. പിന്നെയാണോ ഇതൊരു വിഷയം എന്ന രീതിയിൽ വരാം. എന്തായാലും കേസ് ഇനി ഫ്രണ്ടോട്ട് എന്താവും എന്നുള്ള അറിയില്ല. എന്തായാലും ഇൻഫ്ലുവൻസറിന്റെ സൈഡിൽ നിന്ന് ഒരാൾ കേസ് കൊടുക്കുകയും ആ കേസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവും എന്ന് പറയാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണ് പിന്നെയും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും ഫേസ്ബുക്ക് ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അത് പ്രായ വ്യത്യാസം ഇല്ലാണ്ട്. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ്. എനിക്കൊരൊറ്റ ഇൻസ്റ്റയേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയ പിള്ളേർക്ക് വരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അത്രത്തോളം നമ്മൾ കാണുന്ന ഒരു സാധനം. ആൻഡ് നിങ്ങൾ സോഷ്യൽ മീഡിയ തരുന്ന ആദ്യത്തെ ഒരു 10 റീൽസ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രേണുസുധിയുടെ ഒരു കോണ്ടന്റ് എന്തായാലും വന്നിട്ടുണ്ടാവും. രേണുസുധി ഇനാഗ്രേഷനോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ. കാരണം ഒരു 10 ഓൺലൈൻ മീഡിയക്കാർ ഒരു 20 കോണ്ടന്റ് വീതം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 10 പേജിൽ എത്ര കോണ്ടന്റ് വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഇതിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് മെസ്സേജാണ് പോകുന്നത്. രേണു മാത്രമല്ല, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ രീതിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും നെഗറ്റീവായിട്ടുള്ള സാധനം തന്നെയാണ് കൊടുക്കുന്നത്. അതൊരിക്കലും നമ്മളുടെ ഒരാളുടെ കുട്ടികൾക്കും നല്ലൊരു ഭാവി ക്രിയേറ്റ് ചെയ്യുന്നതല്ല.
അപ്പം ഇതിന് രേണു സുധിയിൽ നിന്നാണ് ആക്ഷൻ തുടങ്ങിയെങ്കിൽ ഇനി അങ്ങോട്ട് ആരൊക്കെയാണോ ഈ തരത്തിലുള്ള പോക്കിരിത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ഇവർക്കൊക്കെ എഗെയിൻസ്റ്റ് നല്ല ആക്ഷൻ വേണം. നമ്മുടെ സൈബർ ലോസ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവണമെന്നും ആൻഡ് സൈബർ ലോസ് വളരെ നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയി നടക്കണമെന്നും ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ന് സൈബർ റിലേറ്റഡ് ക്രൈംസ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കുഞ്ഞു സാധനം എന്ന് പറയുന്നത് പല അക്കൗണ്ടിൽ നിന്ന് വരുന്നു വേണ്ടാത്ത മെസ്സേജുകൾ, അത് ഇവൻ നമുക്ക് റീഡ് ചെയ്യാണ്ടെടുക്കാം. രണ്ടാമത്തെ ഒരു സാധനം നമ്മൾ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്ത് വേറൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ ഇവരോട് ചെയ്യരുത് ആക്കരുത് എന്ന് കരുതി നമ്മൾ നമ്മളുടെ പ്രൊഫൈല് പ്രൈവറ്റ് ആക്കി ഇടണം എന്ന് പറയാൻ പറ്റുമോ? ഇതിന് വീട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, മുഖം പോലും കാണാണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻ വേണം. എന്തായാലും ഫൈനലി ഒരു കേസ് പോയിരിക്കുകയാണ്. കേസ് എന്താവും, ഫോളോ അപ്പ് നടക്കുമോ അല്ലെ ഇന്നത്തോടു കൂടി പൊട്ടിത്തീരുമോ എന്നുള്ള കാര്യം അറിയില്ല. എനിവേ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രേണു എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് വെക്കും. കാരണം രേണു നിരത്തി പിടിച്ച് കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അത്രേ പറയുള്ളൂ, അധികം പറയുന്നില്ല. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ഇറ്റ്സ് ബൈ.